ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൈത്താക്കാലം 4-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായന നിയമാവർത്തനം 5-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വായിച്ചു നിർത്തിയതിൻ്റെ തുടർച്ച തന്നെയാണത്. നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞത് ഈ 10 കൽപ്പനകളുടെ ഒരു വിശദീകരണമാണത്. നമുക്കറിയാം, അത് സിനായ് മലയിൽ വെച്ച് ദൈവം കൊടുത്തു. പിന്നീട് അന്നില്ലാതിരുന്ന കുട്ടികൾ, അല്ലെ ചെറുതായ കുട്ടികൾ, അവർ വളർന്നു വന്ന് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ മൂശ അവർക്ക് വേണ്ടി ഒന്നുകൂടി വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഇന്ന് നമ്മൾ ഓർക്കുക, നമ്മൾ യഥാർത്ഥത്തിൽ ഈ ബഹുമാനിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അവർ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത് മാത്രമല്ല ബഹുമാനം. അവർക്ക് ആവശ്യമായിട്ടുള്ള ചെയ്തു കൊടുക്കുക, അവരുടെ വാക്കുകൾ അനുസരിക്കുക, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുക, അവർ പറയുന്ന വഴിയിലൂടെ നടക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. നിങ്ങൾ ഈ പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം വായിക്കുക. അത് മുഴുവനും ഇങ്ങനെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പറഞ്ഞ് നിൻ്റെ അമ്മയെ നീ ബഹുമാനിക്കണം. നിന്നെ 10 മാസം ചുമന്നുകൊണ്ട് നടന്ന് പ്രസവിച്ച് വളർത്തിയതല്ലേ. മാത്രമല്ല, അമ്മയുടെ ശാപം നിൻ്റെ ഭവനത്തിൻ്റെ അടിത്തറ ഇളക്കും. അതുപോലെ പറയും, നിൻ്റെ പിതാവിനെ നീ, അവനൊന്നും അറിഞ്ഞുകൂടെങ്കിലും വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിൽ അവനെ മാനിക്കണം. അവൻ്റെ മരണം വരെ നീ അവനെ വേദനിപ്പിക്കാതെ ശുശ്രൂഷിക്കണം. പക്ഷെ നിർഭാഗ്യവശം നമുക്കറിയാം, എത്രയോ മാതാപിതാക്കന്മാർ മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്നു. മക്കൾക്ക് വേണ്ട. ചിലപ്പോഴൊക്കെ പത്രത്തിൽ വായിക്കുന്നുണ്ട്, അവരെ ഇങ്ങനെ എവിടെയെങ്കിലും പോകുക എന്ന് പറഞ്ഞ് കൊണ്ടുപോയി എന്നിട്ട് വഴിയിൽ ഇറക്കി വിടുന്നു. ഇപ്പോൾ വന്നേക്കാമെന്നും പറഞ്ഞ് മക്കൾ പോകുന്നു, പിന്നെ കാണുന്നില്ല. അങ്ങനെ അവർ ഈ വൃദ്ധമന്ദിരങ്ങളിൽ അകപ്പെടുന്ന രംഗം, ഇതെല്ലാം വളരെ ദുഃഖകരമാണ്, വളരെ വേദനാജനകമാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഈ മാതാപിതാക്കന്മാരെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ പ്രത്യാഘാതമാണ്. അതിൻ്റെ എല്ലാം അനന്തരഫലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ 100% ഉറപ്പിച്ച് വിശ്വസിച്ച് കൊള്ളുക. അതാണ് ഇവിടെ ദൈവമായ കർത്താവ് മോശയിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. നീ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായി നീ കള്ളസാക്ഷി നൽകരുത്, നിന്റെ അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അവൻ്റെ ഭവനത്തെയോ വയലിനെയോ ദാസിയോ കാളയോ കഴുതയോ അവൻ്റെ മറ്റെന്തെങ്കിലും നീ ആഗ്രഹിക്കരുത്. ഈ വചനങ്ങൾ കർത്താവ് മലയിൽ അഗ്നിയുടെയും മേഘത്തിൻ്റെയും കനത്ത അന്ധകാരത്തിൻ്റെയും മധ്യേ നിന്നുകൊണ്ട് അത്യുച്ചത്തിൽ നിങ്ങളുടെ സമൂഹം മുഴുവനോടുമായി അരുളി ചെയ്തു. അവിടുന്ന് ഇതിൽ കൂടുതൽ ഒന്നും പറഞ്ഞില്ല. ഇതെല്ലാം 2 കൽപ്പനകളിൽ എഴുതി എന്നെ ഏൽപ്പിച്ചു. പർവ്വതം കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കെ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ നിന്ന് സ്വരം കേട്ട് നിങ്ങൾ എല്ലാ ഗോത്രത്തലവന്മാരും ശ്രേഷ്ഠന്മാരും എൻ്റെ അടുക്കൽ വന്നു. നിങ്ങൾ പറഞ്ഞിതാ, ദൈവമായ കർത്താവ് തൻ്റെ പ്രതാപവും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ സ്വരം ഞങ്ങൾ കേട്ടു. ദൈവം മനുഷ്യനോട് സംസാരിച്ചിട്ടും അവൻ ജീവനോടുകൂടി ഇരിക്കുന്നത് ഇന്ന് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ ദൈവം നേരിട്ട് ഈ ജനത്തിന് കൊടുക്കുന്ന നിയമങ്ങളാണിതെല്ലാം. നീ കൊല്ലരുത് എന്ന് പറയുമ്പോൾ കേവലം നമ്മളൊരു മനുഷ്യൻ്റെ ജീവനെടുക്കുന്നത് മാത്രമല്ല, അതിലുപരിയായിട്ട് വാക്കിലൂടെയും അതുപോലെ മറ്റ് പ്രവൃത്തികളിലൂടെയും ഒക്കെ മനുഷ്യരെ കൊല്ലാൻ കഴിയും. നമ്മൾ ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏഷണി പറഞ്ഞുകൊണ്ട്, വ്യാജവാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട്, അതുമല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ മായം ചേർത്തുകൊണ്ട്, നമ്മൾ ഇങ്ങനെ മനുഷ്യനെ കൊല്ലാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തെല്ലാം രാസവസ്തുക്കൾ ചേർക്കുന്നു, ഇതെല്ലാം മനുഷ്യനെ കൊല്ലുന്ന കാര്യങ്ങളാണ്. അല്ലെ, നമ്മൾ ചിലപ്പോൾ ഒക്കെ പത്രത്തിൽ കാണാം, ചിപ്സ് ഉണ്ടാക്കുന്നിടത്ത് നിന്ന് പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങൾ അതിനകത്തിട്ട് ഉരുക്കി അതിന് ചിപ്സിന് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദിവസങ്ങളോളം എണ്ണ മാറാതെ ചിപ്സ് ഉണ്ടാക്കുന്നതിന് ബേക്കറി ഐറ്റംസിലുണ്ടാകുന്ന നിറങ്ങളൊക്കെ എല്ലാം വിഷവസ്തുക്കളാണ്. ഇതെല്ലാം ഈ പ്രമാണത്തിന് വിരുദ്ധമാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഈ കേവലം ഒരു കുത്തിക്കൊല്ലുന്ന, വെടിവെച്ച് കൊല്ലുന്ന ആ കൊലയെക്കുറിച്ച് മാത്രമല്ല, ഇങ്ങനെയുള്ള എല്ലാ കൊലയെക്കുറിച്ചുമാണ് ഈ പറയുന്നത്. നീ വ്യഭിചാരം ചെയ്യരുത്. ഇത് തന്നെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, അത് കല്യാണം കഴിച്ചവരുടെ ഇത്തരത്തിലുള്ള ഡീവിയേഷൻസാണ് ഈ ലൈംഗികമായിട്ടുള്ള. അതേക്കുറിച്ച് മാത്രമല്ല, ഈ ഒരു മേഖലയിൽ കർത്താവ് പറയുന്നത് എന്താണ്? നീ നിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചാൽ പോലും നീ യഥാർത്ഥ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തെ ഈ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടത്താനായിട്ട് നമ്മളും നടക്കണം. അതിനുള്ള ചിന്തകളാണ് ഇതിലൂടെ എല്ലാം വരേണ്ടത്. കേവലം ഒരു സുഖകരമായൊരു അന്തരീക്ഷത്തെ മാത്രം നിലനിർത്തിക്കൊണ്ടല്ല, അല്ലെങ്കിൽ അത് ചിന്തിച്ചുകൊണ്ടല്ല. ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് മനുഷ്യൻ്റെ ലൈംഗികത ആവശ്യമാണ്. അത് വിവാഹ ജീവിതത്തിൽ മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത്.
ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശ്വസിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാത്തതിനെയൊക്കെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേവലം ഒരു വ്യഭിചാരം എന്നുള്ള പ്രവൃത്തിയെക്കുറിച്ച് മാത്രമല്ല. വീണ്ടും പറയുകയാണ്, നീ മോഷ്ടിക്കരുത്. ഈ മോഷണവും നമുക്കറിയാം. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി മോഷണമുണ്ട്. അതായത് ബൗദ്ധിക സ്വത്ത് അവകാശം എന്ന് പറഞ്ഞുകൊണ്ട്. ഉദാഹരണമുണ്ട്, ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ പരീക്ഷയിൽ കോപ്പി അടിക്കുന്ന ഇതാണ്, ഈ മോഷണമാണ്. മറ്റേ നമ്മുടെ അടുത്തിരിക്കുന്ന വിദ്യാർത്ഥിയുടെ തലയിലുള്ള ബുദ്ധി നമ്മൾ മോഷ്ടിച്ചെടുക്കണം. അതിൻ്റെ ഫലത്തെ നമ്മൾ മോഷ്ടിച്ചെടുക്കുകയാണ് കോപ്പി അടിക്കുമ്പോൾ. അത് തെറ്റായ കാര്യമാണ്. ഇങ്ങനെയൊക്കെ എത്രയോ പേര് ചെയ്യുന്നു. ചോദ്യക്കടലാസ് ചോർത്തുന്നു, പറഞ്ഞു കൊടുക്കുന്നു, കോപ്പി അടിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം ഈ മോഷണത്തിൽ പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് അവകാശപ്പെടാത്ത പണം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു പറിക്കുന്നത്. എങ്ങനെയാണ്? അമിത പലിശ വാങ്ങിയിട്ടാകാം, അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനം വിറ്റുകൊണ്ടാകാം. ഇതെല്ലാം വാസ്തവത്തിൽ ഈ മോഷണത്തിൽ വരുന്ന കാര്യങ്ങളാണ്. വീണ്ടും പറയുകയാണ്, കള്ളസാക്ഷ്യം നൽകരുത്. കള്ളസാക്ഷ്യം നമുക്കറിയാം, കോടതി മാത്രമല്ല എവിടെയും ഒരാൾ ചെയ്തു എന്ന് നമുക്ക് ബോധ്യമില്ലാത്ത കാര്യം അത് പറയരുത്. മാത്രമല്ല, സത്യമാണെങ്കിൽ എല്ലായിടത്തും പറയേണ്ട കാര്യവുമില്ല. പറയേണ്ടത് മാത്രം പറഞ്ഞാൽ ഇതെല്ലാം അല്ലെങ്കിൽ കള്ളസാക്ഷ്യമായിട്ട് മാറും. അത് നമ്മുടെ ലാഭത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും ചെയ്യുന്നത്. കേസൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ പരമാവധി കേസിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് അതിനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണ്, നിൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അവൻ്റെ ഭവനത്തെ വയലിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്വത്തിനെയും, ഭാര്യയെ മാത്രമല്ല അവൻ്റെ സ്വത്തൊന്നും നീ മോഹിക്കരുത്. നമുക്ക് പലപ്പോഴും തോന്നാം, അതുണ്ടായിരുന്നു, നല്ലതായിരുന്നു. നമ്മളൊരു പക്ഷേ മോഷ്ടിച്ചില്ലെങ്കിൽ പോലും മോഷ്ടിച്ചതിന് തുല്യമായി മാറാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ക്രൈസ്തവ ജീവിതം, ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാനുള്ള ആ ഒരു ജീവിതം അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് എന്ന് വിശദീകരിച്ച് തരുന്ന കാര്യങ്ങളാണ് ഈ 10 പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ വായന കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. ഞങ്ങൾ അതിര് കടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല. ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കും. ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു. ഇവിടെ എന്താ പൗലോസ് പറഞ്ഞു വരുന്നത്? അതായത് ഈ കൊറിന്തോസിലെ ക്രൈസ്തവരുടെ ഇടയിൽ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉടലെടുക്കാൻ തുടങ്ങി. എന്നിട്ട് കുറേ പേര് പറഞ്ഞു, ഞങ്ങളെ വലിയ ആളുകൾ, ഞങ്ങളാണ് ആദ്യം മാമോദീസ സ്വീകരിച്ചത്. അതാരിൽ നിന്നാണ് സ്വീകരിച്ചത്? പൗലോസിൽ നേരിട്ടാണ്. കുറച്ച് പേര് പറഞ്ഞു, ഞങ്ങൾ അപ്പൊളോസിൽ നിന്നാണ്, ഞങ്ങൾ ബർണ്ണബാസിൽ നിന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ആത്മപ്രശംസ. പിന്നെ ഞാനാണ് ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ആൾ, ഞാനാണ് എല്ലാം ചെയ്യുന്നത്, ഞാനാണ് എല്ലാം, ഇതെല്ലാം പറയുന്ന ആ പൊങ്ങച്ചം, നമ്മുടെ ഈ പൊങ്ങച്ചത്തെക്കുറിച്ചായി പറയുന്നത്. പൗലോസ് പറയുന്നത്, അങ്ങനെയുള്ളവരോടൊന്നും ഞങ്ങൾ താരതമ്യം ചെയ്യുന്നില്ല. ഞങ്ങൾ കർത്താവിൽ നേരിട്ട് വിശ്വാസം സ്വീകരിച്ചെന്നോ ഞങ്ങൾ നേരിട്ട് മാമോദിസ മുക്കിയെന്നോ ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇതിനൊന്നും ഒരു കഥയുമില്ല. ആരിൽ നിന്നും മാമോദിസ സ്വീകരിച്ചാലും ഈ സമൂഹത്തിൽ എന്തെല്ലാം സ്ഥാനങ്ങൾ അലങ്കരിച്ചാലും, ഞാൻ ഈ പറഞ്ഞതുപോലെ പൗലോസ് പറയും, 1 കൊരിന്ത്യർ 13 പറയുന്നതാണ്, സ്നേഹമില്ലെങ്കിൽ ഞാനിതൊന്നുമില്ല, എല്ലാം വെറും ഒരു മുഴങ്ങുന്ന ചെമ്പ് പോലെയുള്ളൂ സ്നേഹമില്ലെങ്കിൽ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ ഈ ആത്മപ്രശംസയിലൊന്നും ഒരു കാര്യമില്ല. പിന്നീട് പൗലോസ് പറയും, ആത്മപ്രശംസ ചെയ്യാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ യഹൂദനാണ്, ഞാൻ റബ്ബിയാണ്, ഞാൻ വിദ്യാഭ്യാസമുള്ളവനാണ്, സമ്പന്നനാണ്, റോമാപൗരനാണ്, ഇതൊക്കെ പൗലോസ്. പക്ഷേ അതിലൊന്നും ഞാൻ വലിയ കഥ കാണുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, ഇതെല്ലാം വെറും ഉച്ഛിഷ്ടം പോലെ ഞാൻ കരുതുന്നുള്ള. അപ്പോൾ നമുക്ക് ക്രൈസ്തവർ എന്ന നിലയിൽ നമ്മുടെ സ്ഥാനമാനങ്ങളെക്കുറിച്ച് ഊറ്റം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. വലിയ അങ്ങനത്തെ പ്രശംസ ചെയ്യേണ്ട കാര്യവുമില്ല. ആത്മപ്രശംസയൊന്നും. നമുക്ക് ദൈവം ഒരു ദൗത്യം തന്നിട്ടുണ്ട്. ആ ദൗത്യം നമ്മൾ ചെയ്യുന്നു. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുന്നു. അതിൽ നിന്ന് ഫലം തരുന്നത് എപ്പോഴും ദൈവമാണ്, നമ്മളല്ല. നമ്മുടെ എന്നാ പ്രവർത്തനം ഉണ്ടെങ്കിലും എന്ത് കഴിവുണ്ടെങ്കിലും ദൈവം തരുന്നില്ലെങ്കിൽ ഒരു ഫലവും ഉണ്ടാവില്ല. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 13 വരെയാണ് സുവിശേഷ വായന. പരിസേയരും പിന്നെ ചില നിയമത്തിൽ ഈശോയുടെ ചുറ്റും കൂടിയിട്ട് ചോദിക്കുകയാണ്, നിൻ്റെ ശിഷ്യരെന്താണ് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത്? കാരണം എന്താണ്? കൈ കഴുകാന്ന് പറഞ്ഞാൽ ചെളിയുള്ള കൈ കഴുകാതെ എന്നുള്ള അർത്ഥത്തിലല്ല. അവർക്ക് ഈ ആചാരപരമായിട്ടുള്ള ഒരുപാട് കൈ കഴുകലുണ്ട്. അങ്ങനെ പല മതങ്ങളിലും ഉണ്ടല്ലോ, നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആചാരത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരെന്താണ് ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത്? പൂർവികരുടെ പാരമ്പര്യം അനുസരിച്ച് പരിസേയർ യഹൂദർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. അപ്പോൾ ഇവർ ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, കപടനാട്ടിക്കാരായ നിങ്ങളെക്കുറിച്ച് ഏശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു,
ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നെന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. പിന്നെ പറഞ്ഞു പോവുകയാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട സൂത്രങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ എന്താണ് കർത്താവ് പറഞ്ഞു വരുന്നത്? നമ്മൾ കേവലം ആചാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. ഈ ആചാരങ്ങളെല്ലാം ചില കാര്യങ്ങളെ ബോധിപ്പിക്കുന്നതാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയിലാണെങ്കിലും പ്രാർത്ഥനകളിലാണെങ്കിലും മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ. അതിനെല്ലാം ഒരു ബാഹ്യമായ ഒരു അടയാളമുണ്ട്, അതിന് ഒരു ആന്തരികമായ അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലേക്ക് നമ്മൾ വിരൽ ചൂടേണ്ടത്. അല്ലാതെ ഇത് കേവലം അനുഷ്ഠിച്ചുകൊണ്ട് മാത്രം നമുക്കതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ ക്രൈസ്തവർ അല്ലെ ദൈവം തിരഞ്ഞെടുത്ത ഈ ജനത എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? ആ നിലകൊള്ളുന്ന കാര്യത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ട്, നമുക്ക് പ്രബോധനം തരാനായിട്ട്, നമുക്ക് പറഞ്ഞു തരാൻ, അറിവ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഈ കൈ കഴുകുന്ന കാര്യം തന്നെ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? നീ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ, ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിൻ്റെ മനസ്സും ഹൃദയവും നിൻ്റെ ശരീരവും ശുദ്ധമായിരിക്കണം എന്ന് പറയുന്നതാണത്. അപ്പോൾ ആ ശുദ്ധിയില്ലാതെ കേവലം നീ കൈ കഴുകിക്കൊണ്ട് എന്താ കാര്യമിരിക്കുന്നത്? നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ നല്ല തേച്ച ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ടാകും, നല്ല പുതിയ ചെരുപ്പാവും, അല്ലെ പുതിയ കുടയാകും, നല്ല വണ്ടിയിലായിരിക്കും പോകുന്നത്, ദേഹമൊക്കെ ശുദ്ധി ആക്കിയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സ് മുഴുവനും തിന്മയാണെങ്കിൽ, അയൽക്കാരനുള്ള വിരോധം, അല്ലെ വീട്ടിലുള്ളവരുടെ ബന്ധുക്കളോടുള്ള വിരോധം, അല്ലെ വികാരത്തിനുള്ള വിരോധം, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് എന്താ പ്രയോജനം? ഈ കഴുകിയതുകൊണ്ട് അത് കഴുകാത്തതുപോലെ തന്നെയല്ലേ. പൗലോസിലേ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പരിച്ഛേദനം അതെപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലാവണം. അതായത് ബാഹ്യമായിട്ട് പുരുഷന്മാർ അവരുടെ ഉൽപ്പാദനാവയവത്തിൻ്റെ അഗ്രചർമ്മം ഛേദിക്കുന്നതാണ് പരിച്ഛേദനം എന്ന് പറയുന്നത്. അത് അബ്രാഹവുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഒരു അടയാളം മാത്രമാണ്. അതായത് അബ്രാഹം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അങ്ങനെ ഇല്ലാത്ത ഒരാൾ അഗ്രചർമ്മം ചെയ്തിട്ടുണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. ദൈവമായിട്ടൊരു ഉടമ്പടി അവർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ അവർ അഗ്രചർമ്മം ചെയ്തിരിക്കുന്നത്? അപ്പോൾ അത് കേവലം ഒരു ആചാരമായിട്ട് അവശേഷിക്കും. ഇതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അർത്ഥമറിയത്തില്ലാതെ, എന്താണെന്നറിയത്തില്ലാതെ നമ്മൾ ആചരിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് ഇതിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് കടന്നു പോകണമെന്നാണ് ഈ പറയുന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതം ഫലം ചൂടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറേ ഒരു ആചാരത്തിൻ്റെ മനുഷ്യരായിട്ടിരിക്കും, നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കണം. ഇന്നും നമ്മുടെ സഭയിൽ ഇത് നടക്കുന്നുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലുള്ള വഴക്ക് ഭയങ്കരമായിട്ട്. എന്നിട്ട് അവസാനം നമ്മൾ എന്താണ് നേടുന്നത്? കാര്യമായിട്ടൊന്നും നേടുന്നില്ല. എന്തിനാണിതെല്ലാം കർത്താവ് നമ്മളിലേക്ക് വന്ന് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ആ പരിശുദ്ധനായ പിതാവിനെ പോലെ പരിശുദ്ധരാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ലോകത്തെ വീണ്ടും ഒരു സ്വർഗമാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഇതിനു ശേഷം നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയി അവിടത്തോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഈ ആചാരങ്ങൾ മാത്രം അങ്ങനെ തന്നെ ചെയ്താൽ ഉപകരിക്കുമോ? ഇല്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ഈ കൈത്താക്കാലത്ത് ഓർക്കുക, നമ്മൾ ഫലം ചൂടുന്നത് എപ്പോഴാണ്? ക്രൈസ്തവർ എന്ന നിലയിൽ യഥാർത്ഥത്തിൽ എന്തിനാണ് കർത്താവ് വന്നതെന്നും എന്തിനാണ് നമ്മൾ ക്രൈസ്തവരായിരിക്കുന്നതെന്നൊക്കെയുള്ള ആ ഒരു ആന്തരികാർത്ഥത്തിലേക്ക് കടന്നു ചെന്ന് നമ്മളെ അതുപോലെ ആക്കി മാറ്റുമ്പോഴുമാണ് ദൈവം നമ്മളതിനെ ശക്തിപ്പെടുത്തിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.